പരിയേരും പെരുമാൾ, കർണൻ, മാമന്നൻ തുടങ്ങിയ ഗംഭീര ചിത്രങ്ങൾ ഒരുക്കിയ മാരി സെൽവരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് വാഴை. ചിത്രം തമിഴ്നാട് റിലീസായിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലേക്കൊന്നും റിലീസ് ചെയ്യാൻ കണ്ടില്ല. പാലക്കാട് ഒരു തിയേറ്ററിലും സിനിമയില്ല. അപ്പം എങ്ങനെ കാണാൻ സാധിക്കും എന്നിങ്ങനെ ആലോചിച്ച് ഒരു ആശയക്കുഴപ്പത്തിലിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇന്ന് കോയമ്പത്തൂരിലേക്ക് പോകാനൊരു അവസരം കിട്ടിയത്. ഞാൻ അവിടെ ചെന്ന് എനിക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ വാഴை എന്ന് പറയുന്ന സിനിമ അവിടുത്തെ കാവേരി തിയേറ്ററിൽ നിന്ന് ഞാൻ കാണുകയുണ്ടായി. സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോഷായ്. മാരി സെൽവരാജ് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് കുറച്ച് സിനിമകൾ കൊണ്ട് മികച്ച സംവിധായകൻ എന്നുള്ള പേര് കിട്ടിയ ഒരു ഡയറക്ടറാണ് മാരി സെൽവരാജ്. അദ്ദേഹത്തിന് മുമ്പത്തെ ചിത്രങ്ങളായിട്ടുള്ള പരിയേരും പെരുമാൾ, കർണൻ, മാമൻ എന്ന് പറയുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം എത്രത്തോളം ലൈഫ് ആ ചിത്രത്തിനുണ്ട്, എത്രത്തോളം പൊളിറ്റിക്സ് ചിത്രത്തിൽ സംസാരിക്കുന്നുണ്ട്, എത്രത്തോളം ജീവിതവുമായിട്ട് ഒത്തുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുപോകുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു റിമൈൻഡർ നൽകുന്ന രീതിയിലുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്യാറ്. വാഴ എന്ന് പറയുന്ന സിനിമ എങ്ങനെ ഉണ്ടെന്ന് ഒരൊറ്റ വാക്കി പറയണമെന്നുണ്ടെങ്കിൽ മെറ്റിക്കുലസ്ലി ക്രാഫ്റ്റഡ് ഫ്രം ലൈഫ് എന്ന് തന്നെ പറയാൻ സാധിക്കും. മാരി സെൽവരാജിന്റെ വേൾഡിലേക്ക് കടന്നു വന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ സാധിക്കും. വാഴை, പരിയേരും പെരുമാൾ, കർണൻ, മാമന്നൻ, അതാണ് ഓർഡർ. ഒരാളെ തിയേറ്ററിലിരുത്തി കരയിക്കുക, അയാളുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. മാരി സെൽവരാജ് ജീവിതത്തിൽ കണ്ട അനുഭവിച്ച കുറേ കാര്യങ്ങളെ നിരത്തി വെച്ചുകൊണ്ട് അതിൽ ഒരു സിനിമയുടെ ഗിമിക്കുകളോ കാര്യങ്ങളോ ഒന്നും കയറ്റാതെ വളരെ പച്ചയായ രീതിയിൽ പച്ചയായ മനുഷ്യരുടെ കഥ പറഞ്ഞ ഒരു ഗംഭീര ആർട്ട് വർക്കാണ് വാഴை എന്ന് പറയുന്ന സിനിമ. എനിക്കറിയില്ല ഇതിനി ഈ സിനിമ ഞാൻ ഇനി രണ്ടാമത് കാണുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. കാരണം അത്രയേറെ എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ ചിത്രം. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ, തിയേറ്ററിൽ ലിറ്ററലി പൊട്ടിക്കരഞ്ഞ ഒരു സിനിമയാണ്. ഇത്ര നാളത്തെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രത്തോളം ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞിട്ടില്ല. തിയേറ്ററിൽ ഇരുന്ന് കരയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാനോ ഒന്നും പറ്റാതെ എനിക്ക് തിയേറ്ററിൽ നിന്ന് നടന്ന് എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോലും എനിക്ക് പോകാൻ പറ്റാത്തത്ര എനിക്ക് ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഞാൻ മാത്രമല്ല, കണ്ടിരുന്ന ഷോ ഹൗസ്ഫുള്ളായിരുന്നു. ആ ഷോ തീർന്ന് സിനിമ തീർന്നതിന് ശേഷം ഒരു പാട്ടുണ്ട്. ആ പാട്ട് തീർന്ന് ഒരു ടൈറ്റിൽ കാർഡുണ്ട്. ആ ടൈറ്റിൽ കാർഡും തീർന്ന് ഫുൾ സ്ക്രീൻ ബ്ലാങ്ക് ആയതിനു ശേഷവും ഒരു മനുഷ്യൻ പോലും തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അവിടെ ഇരിക്കുകയായിരുന്നു. കാരണം ആർക്കും എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. അത്രത്തോളം അവരെ ആ ചിത്രം ഹോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തിന് അത്ര ഒരു വാല്യൂ ഉണ്ട്. എനിക്കിപ്പോൾ പറയുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. കാരണം എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു സിനിമയുടെ ഒരു പ്ലോട്ടിലേക്ക് എനിക്ക് കടക്കുമ്പോഴേക്ക് എനിക്ക് ഭയങ്കര വിങ്ങലാണ്. എനിക്ക് ഉറപ്പാണ് ഞാൻ ഇനി ആ സിനിമ റീവിസിറ്റ് ചെയ്യൂല. OTT ഇറങ്ങിയാലോ ഒന്നും കാണാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു സിനിമയാണ്. ഒറ്റത്തവണ കണ്ട് എനിക്കത് മതി. അത്രത്തോളം ടച്ച് ചെയ്യുന്നൊരു സിനിമയാണ്. പൊൻവേല്, രഘു എന്ന് പറയുന്ന രണ്ട് പയ്യന്മാരാണ് ചിത്രം മൊത്തം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൽ എസ്പെഷ്യലി പൊൻവേല് ശിവരഞ്ജൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തിനാണ് ചെയ്യുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം അടിക്കുന്ന ബെല്ലാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത്. ശനി ഞായർ വീട്ടിലിരിക്കാമല്ലോ എന്നുള്ളതും, അതുപോലെ തന്നെ ഞായറാഴ്ച തീർന്ന് തിങ്കളാഴ്ച രാവിലത്തെ മണിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്നത്. ഇനി ഒരാഴ്ചക്കാലം സ്കൂളിലാണല്ലോ പോകേണ്ടത് എന്നുള്ളൊരു സങ്കടം. എന്നാൽ ശിവരഞ്ജൻ എന്ന് പറയുന്ന ഇതിലെ കഥാപാത്രത്തിന് ആ ടെൻഷൻ വരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അടിക്കുന്ന മണിയാണ്. കാരണം ശനി ഞായർ അവൻ്റെ അമ്മയും ചേച്ചിയും ചെയ്യുന്ന ജോലിയായിട്ടുള്ള വാഴത്തോട്ടത്തിൽ വാഴക്കൊല പറിച്ച് അത് ചുമന്നുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് ചുമന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്ന ഒരു ജോലിയുണ്ട്. ആ ജോലി ചെയ്യാൻ അവൻ പോകണം. ഒരു ബാലകനാണ്. അപ്പോൾ ആ ചെറുപ്പകാലത്തിൽ അവൻ അനുഭവിക്കുന്ന ടെൻഷനും പ്രഷറും എല്ലാം കൂടി കലർത്തിക്കൊണ്ട് അവൻ്റെ മാത്രം പെർസ്പെക്റ്റീവിൽ മാത്രം പോവാതെ അവനിലൂടെ ഒരു ജനതയുടെ മുഴുവൻ കഥ പറയുകയും അവരുടെ മുഴുവൻ പ്രശ്നങ്ങൾ പറയുകയും അവരുടെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്ത ഒരു ഗംഭീര ചിത്രമാണ് വാഴை എന്ന് പറയുന്ന ചിത്രം. കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനെയും പിടിച്ചിരുത്താൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. ചിരിക്കാനുള്ള കണ്ടന്റുകളുണ്ട്, രസിക്കാനുള്ള കണ്ടന്റുകളുണ്ട്, കരയാനുള്ള കണ്ടന്റുകൾ ഒരുപാടുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തു വെച്ച ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് വാഴை എന്ന് പറഞ്ഞ ചിത്രം. മാരി സെൽവരാജ് തൻ്റെ സിനിമകളിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന കുറേ ഇൻസിഡൻറ്റുകളും
താഴ്ത്തപ്പെട്ട ജനതയുടെ പ്രശ്നങ്ങളുമൊക്കെയാണ് സിനിമയിൽ പോർട്രേറ്റ് ചെയ്ത് കാണിക്കാറുള്ളത്. മുമ്പത്തെ സിനിമകളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മികച്ചൊരു സ്റ്റോറി ടെല്ലർ ആയതും തൻ്റെ ജീവിതത്തിൽ നടന്ന ഒറിജിനൽ കണ്ടന്റുകളെ എടുത്ത് സിനിമയാക്കുന്നതുകൊണ്ടാണ് അത്രയും ആത്മാവ് സിനിമയ്ക്കുള്ളത്. ഈ സിനിമയുടെ ആത്മാവും അങ്ങനെ തന്നെയാണ്. ഒറിജിനൽ ഒരു ഇൻസിഡന്റ് ആണ്. സിനിമ തുടങ്ങുമ്പോൾ ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ്സ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും സിനിമ തീരുന്ന സമയത്ത് അതിൻ്റെ ഒരു 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 പോർഷൻ കാണിക്കും. അവിടെ കരയാത്തതായിട്ട് ഒരു മനുഷ്യനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ അത്രയേറെ കൊള്ളും. പൊൻവേലി രഘുവിനെ കൂടാതെ മലയാളത്തിൽ നിന്ന് നിഖില വിമൽ ചിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ ദിവ്യ ദുരൈസ്വാമി ഉണ്ട്. അതുപോലെ തന്നെ കലയരസൻ എന്ന് പറയുന്ന ആക്ടറും ഈ സിനിമയിലുണ്ട്. ഇവരെല്ലാം ഇവരുടെ റോളുകൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിഖില വിമൽ എസ്പെഷ്യലി ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന പൂൺകുടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ചെയ്തത്. ഒരു ടീച്ചറായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് അത് കണക്റ്റ് ആവുകയും ചെയ്തു. രണ്ട് എക്സ്ട്രീം വേൾഡിലാണ് ഈ നമ്മുടെ പൊൻവേൽ എന്ന് പറയുന്ന ആ പയ്യൻ, ശിവരഞ്ജൻ എന്ന് പറഞ്ഞ പയ്യൻ ജീവിക്കുന്നത്. തൻ്റെ സ്കൂൾ കാലഘട്ടവും സ്കൂളിൽ ഏറ്റവും മികച്ച സ്റ്റുഡൻറ്റും എന്നാൽ അതേപോലെ അദ്ദേഹത്തിൻ്റെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ചുമടെടുക്കുക എന്നുള്ളത്. അപ്പം രണ്ട് എക്സ്ട്രീം വേൾഡിൽ ജീവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് നിറഞ്ഞ ഒരു ജീവിതമാണ് ശരിക്കും പറഞ്ഞ ശിവരഞ്ജൻ്റെ. ആ കോൺഫ്ലിക്റ്റിൽ വരുന്ന ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞ പൂങ്കുടി എന്ന് പറയുന്ന ടീച്ചർ. ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഗംഭീര ഒരു ഫീൽ ഉണ്ടാക്കുന്ന കുറെ ഇൻസിഡന്റുകൾ സിനിമയിലുണ്ട്. അതുപോലെ കനി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത കലയരസന്റെ റോളും ഗംഭീരമായിട്ട് തന്നെ തോന്നി. ശിവരഞ്ജൻ എന്ന് പറയുന്ന ആ പയ്യന്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച, അവരുടെ ക്ഷേമത്തിനും വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു. അപ്പം അവൻ്റെ അച്ഛൻ്റെ അതേ ക്വാളിറ്റി തോന്നുന്ന ഒരു മനുഷ്യനോട് തോന്നുന്ന ഒരു ഇഷ്ടവും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ കണക്റ്റ് ആകുന്ന, നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ആ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. അതും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സന്തോഷ് നാരായണനാണ്. പറയേണ്ട ആവശ്യമില്ല, ഗംഭീര വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകട്ടെ, പാട്ടുകളൊക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ കേട്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പം വേറെ ഒരു ഫീല്, ഒരു വല്ലാത്തൊരു ഫീല് തരുന്ന രീതിയിലാണ് ഇതിനെ മ്യൂസിക് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോഴും പറയുമ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആയി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്നെ അത്രത്തോളം ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ സിനിമ. എത്രത്തോളം കണക്റ്റ് ആയിട്ടുണ്ടോ അത്രത്തോളം കണക്റ്റ് ആയിട്ടുണ്ട്. ഗംഭീര വിഷ്വൽസും കൂടിയാണ് വെച്ചിരിക്കുന്നത്. തേനി ഈശ്വരാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാരി സെൽവരാജ് തന്നെയാണ്. മാരി സെൽവരാജും ഭാര്യയായ ദിവ്യ മാരി സെൽവരാജും കൂടിയാണ്. സൂപ്പർ, ഒന്നും പറയാനില്ല. മസ്റ്റായിട്ട് തിയേറ്ററിൽ നിങ്ങൾ കാണേണ്ട ഒരു സിനിമ എന്ന് തന്നെ ഞാൻ പറയും. വാഴൈ എന്ന് പറയുന്ന സിനിമ. വാഴയല്ല, മലയാളത്തിൽ ഇറങ്ങിയ വാഴയല്ല, ഇത് വാഴൈ എന്ന് പറയുന്ന, രണ്ടും വാഴ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. വാഴയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡ് ഫിലിം എന്ന് പറയും. അത്ര മികച്ച സിനിമയാണ് വാഴ എന്ന് പറയുന്ന സിനിമ. ഒരു തവണയെങ്കിലും കണ്ടിരിക്കുക. ഞാനിനി രണ്ടാമത് കാണൂല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.